എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കേരളത്തിന്റെ ഭൂമിശാസ്ത്രത്തിലൂടെ ഒരു ചെറിയ യാത്ര പോകാൻ പോവുകയാണ്. പ്രത്യേകിച്ചും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്: ഇടനാടും പിന്നെ തീരപ്രദേശവും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ദാ ഈ മാപ്പിലേക്കൊന്ന് നോക്കിക്കേ. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ അതിന്റെ ഉയരം വെച്ചിട്ട് വളരെ ലളിതമായി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ആ പച്ച നിറത്തിൽ കാണുന്നതാണ് മലനാട് അല്ലെങ്കിൽ ഹൈലാൻഡ്. പിന്നെ ആ ചുവപ്പ് ഭാഗം, അതാണ് നമ്മുടെ ഇടനാട്. താഴെ നീല നിറത്തിൽ കാണുന്നതോ, അത് തീരപ്രദേശം. നമ്മളിന്ന് ഈ ചുവപ്പും നീലയും ഭാഗങ്ങളെക്കുറിച്ചാണ് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത് എന്ന് പെട്ടെന്നൊന്ന് പറയാം. ആദ്യം കേരളത്തിന്റെ ഈ ഭൂമിശാസ്ത്രപരമായ സോണുകളെപ്പറ്റി പറയും. എന്നിട്ട് നമ്മൾ ഇടനാട്ടിലേക്ക് പോകും. പിന്നെ തീരപ്രദേശത്തെപ്പറ്റി പഠിക്കും. അവിടെയുള്ള കുറച്ച് ഫേമസ് ബീച്ചുകളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരും. ലാസ്റ്റ് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് ഒരു റിവിഷനും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് കേരളത്തിന്റെ കാർഷിക ഹൃദയം എന്നറിയപ്പെടുന്ന ഇടനാടാണ്. അപ്പോൾ എന്താണ് ഈ ഇടനാട് എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. അതിന്റെ ഹൈറ്റ് വെച്ചാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഈ ഒരു ഹൈറ്റ് റേഞ്ചിലുള്ള സ്ഥലമാണ് ഇടനാട്. ഈ നമ്പറുകൾ 7.5ഉം 75ഉം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഓർത്തു വെച്ചോളൂ. ഇനി ഈ കണക്കൊന്ന് നോക്കിയേ. 42%. എന്താണിത്? നമ്മുടെ കേരളത്തിന്റെ മൊത്തം സ്ഥലവിസ്തൃതിയുടെ ഏതാണ്ട് പകുതിയോളം, അതായത് 42% ഈ ഇടനാട് മേഖലയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇതിനെ എന്തിനാണ് കാർഷിക ഹൃദയമെന്ന് വിളിക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായോ? ദാ നോക്കൂ, റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, മരച്ചീനി, നെല്ല്, അങ്ങനെ എന്തെല്ലാം. ഒരു രണ്ട് കാര്യങ്ങളൊഴികെ, അതായത് ചായയും ഏലവും. അത് കൂടുതലും മലനാട്ടിലാണല്ലോ. ബാക്കി ഒട്ടുമിക്ക പ്രധാന വിളകളും നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ ഇടനാട്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തെ ഊട്ടുന്നത് ഈ മണ്ണാണ്. ഇടനാടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതാണ് ഇവിടുത്തെ ചെങ്കൽ കുന്നുകൾ അല്ലെങ്കിൽ ലാറ്ററൈറ്റ് ഹിൽസ്. ഇതിൽ ഒരു കുന്ന് വെറുമൊരു കുന്നല്ല കേട്ടോ, അതിനൊരു ദേശീയ പദവിയുണ്ട്. അതാണ് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. ഇത് ഇന്ത്യയുടെ തന്നെ ഒരു നാഷണൽ ജിയോളജിക്കൽ മോണ്യുമെന്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിലെ ഇങ്ങനെയുള്ള ആദ്യത്തെ സ്മാരകമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇടനാട് സെറ്റ്. ഇനി നമുക്ക് ആ കുന്നുകളിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ കടലിന്റെ അടുത്തേക്ക് പോകാം, തീരപ്രദേശത്തേക്ക്. ഇത് ഇടനാട്ടിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, സമുദ്രനിരപ്പിൽ നിന്ന് മാക്സിമം 7.5 മീറ്റർ വരെ മാത്രം ഉയരം. ഇതാണ് തീരപ്രദേശത്തിന്റെ പ്രധാന അടയാളം. വളരെ താഴ്ന്ന ഒരു പരന്ന പ്രദേശം. ഈ ഒരൊറ്റ കാര്യം മതി ഇവിടത്തെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കാൻ. ഈ ഒരു വ്യത്യാസം കണ്ടോ? ഇടനാട് 42% ഉണ്ടായിരുന്നെങ്കിൽ തീരപ്രദേശം വെറും 10% മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിന്റെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ആളുകൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്നത് ഈ 10% സ്ഥലത്താണ്. അതാണ് അതിലൊരു വൈരുദ്ധ്യം. വെറും 10% സ്ഥലമേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഈ മേഖലയാണ് നമുക്ക് 590 കിലോമീറ്റർ നീളമുള്ള ഒരു കിടിലൻ കടൽത്തീരം തരുന്നത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കടൽത്തീരത്തിന്റെ നീളത്തിൽ കേരളം 5ാം സ്ഥാനത്താണ്. അതും ഓർത്തുവെക്കാൻ പറ്റിയൊരു പോയിന്റാണ്. കൃഷിയുടെ കാര്യം പറഞ്ഞാൽ നെല്ലും തെങ്ങുമൊക്കെ ഇവിടെ പ്രധാനമാണ്. പക്ഷേ തീരപ്രദേശത്തെ യഥാർത്ഥ നിധി ഒളിഞ്ഞിരിക്കുന്നത് ഇവിടത്തെ മണലിലാണ്. ഇൽമനൈറ്റ്, മോണോസൈറ്റ്, പിന്നെ ആണവധാതുവായ തോറിയം, ഇവിടെയൊക്കെ വലിയൊരു ശേഖരം നമ്മുടെ തീരത്തുണ്ട്. PSC പരീക്ഷകളിൽ ഒരു സ്ഥിരം ചോദ്യമാണ് ഈ ധാതുക്കളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഇടനാട്ടിൽ ഒരു ജിയോളജിക്കൽ സ്മാരകം കണ്ടില്ലേ? അതുപോലെ തന്നെ തീരപ്രദേശത്ത് വർണ്ണമുണ്ട്. അതാണ് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട വർക്കല ക്ലിഫ്. അറബിക്കടലിലേക്ക് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന ചെങ്കൽപ്പാറകൾ, അതും ഒരു നാഷണൽ ജിയോളജിക്കൽ മോണ്യുമെന്റാണ്. അപ്പോൾ അങ്ങാടിപ്പുറം 1ാമത്തത്, വർക്കല 2ാമത്തത്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ. ശരി, ഇനി കുറച്ച് റിലാക്സ് ചെയ്യാം. നമുക്ക് ഈ തീരത്തുള്ള കുറച്ച് ഫേമസ് ബീച്ചുകളിലൂടെ ഒരു വെർച്വൽ ട്രിപ്പ് പോയാലോ? പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രത്യേകതകളുള്ള ബീച്ചുകളാണ് നമ്മൾ നോക്കുന്നത്. ഈ 590 കിലോമീറ്ററിൽ എന്തോരം ബീച്ചുകളാണെന്നോ! തെക്ക് തിരുവനന്തപുരത്തെ കോവളം, വർക്കല മുതൽ അങ്ങ് വടക്ക് കാസർഗോഡുള്ള ബേക്കൽ വരെ 9 ജില്ലകളിലായിട്ട് കിടക്കാണ്. ഇതിൽ ചരിത്രപ്രസിദ്ധമായ വാസ്കോഡഗാമ വന്നിറങ്ങിയെന്ന് പറയുന്ന കോഴിക്കോട്ടെ കാപ്പാട് ബീച്ചുണ്ട്. പിന്നെ വണ്ടിയോടിച്ച് പോകാൻ പറ്റുന്ന ഏഷ്യയിലെ തന്നെ ഒരേയൊരു ഡ്രൈവിംഗ് ബീച്ചായ കണ്ണൂരിലെ മുഴപ്പിലങ്ങാടുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോ കഥ പറയാനുണ്ട്. ദാ പരീക്ഷയ്ക്ക് വേണ്ടി നോട്ട് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് ബീച്ച് അല്ലെങ്കിൽ പൈതൃക ബീച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃശൂർ ജില്ലയിലുള്ള അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. മറക്കരുത്.
അടുത്ത ഫസ്റ്റ് ഇതാ, നമ്മുടെ കടൽത്തീരത്തിന്റെ ഭംഗി എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ചുവടുവെപ്പായിരുന്നു ഇത്. കേരളത്തിലെ ആദ്യത്തെ ഡിസബിലിറ്റി ഫ്രണ്ട്ലി ബീച്ച്, അത് ആലപ്പുഴ ബീച്ചാണ്. ഓക്കേ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം ഓർമ്മയിലുണ്ടോ നോക്കണ്ടേ? നമുക്ക് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ഒരു ഫൈനൽ റൗണ്ട്. ദാ ഈ ടേബിൾ നോക്കിയാൽ മതി, എല്ലാം ക്ലിയറാവും. ഇടനാടിന്റെ ഉയരം 7.5 മീറ്റർ തൊട്ട് 75 മീറ്റർ വരെ. തീരപ്രദേശത്തിന്റെയോ 7.5 മീറ്റർ വരെ മാത്രം. ഏരിയയുടെ കാര്യത്തിൽ ഇടനാട് 42%, തീരപ്രദേശം വെറും 10%. പിന്നെ ഇടനാട് എന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് കൃഷിയും കുന്നുകളുമാണ്. തീരപ്രദേശമെന്നു പറഞ്ഞാലോ കടൽ തീരവും സമതലങ്ങളും ധാതുക്കളും, പിന്നെ ആ 2 ജിയോളജിക്കൽ സ്മാരകങ്ങൾ, അങ്ങാടിപ്പുറം ഇടനാട്ടിലും വർക്കല തീരപ്രദേശത്തും. ഈ ടേബിള് മനസ്സിൽ ഉറപ്പിച്ചാൽ മതി.